5:30 ഭാഗത്തുള്ള പിള്ളേരാണ്. ഹായ് ഓൾ, പിക്ചേഴ്സ് ക്യൂസ് അവൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു യാത്ര ഇന്ന് പോവുകയാണ്. നമ്മൾ ഓൾ കേരള റൈഡ് നടത്തിയതിൻ്റെ ബാക്കിയായിട്ട് കണ്ണൂർ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ. സമയം 6:30 മല കയറാൻ ഏറ്റവും നല്ലത് രാവിലെ ഇറങ്ങുന്നതാണ്. നമ്മൾ അത്തരത്തിലൊരു മലയിലേക്കാണ് പോകുന്നത്. പെട്രോൾ വില ഇന്ന് 99 രൂപ 58 പൈസയായി. 4 ദിവസം മുമ്പ് കുറച്ച് എണ്ണ അടിച്ചതുകൊണ്ട് ഏറെക്കുറെ ലാഭമായി. ഇപ്പോൾ 4 ദിവസം ഇപ്പുറം അടിച്ചതുകൊണ്ട് കുറച്ച് നഷ്ടമായിപ്പോയി. അല്ലെങ്കിൽ ലാഭം തന്നെയാണ്. 4 ദിവസം മുമ്പ് അടിച്ചാൽ ലാഭമാണ്. മുമ്പത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കുറച്ചധികമാണല്ലോ. നമ്മളിപ്പോൾ ശ്രീകണ്ഠപുരം ടൗണിലേക്ക് കൂടി കടന്നു പോവുകയാണ്. അപ്പോൾ ഈ റൂട്ട് പോകുമ്പോൾ അറിയാം എല്ലാവർക്കും, ഏകദേശം പൈതൽമല പാലക്കാട് നട്ട് കാപ്പിമലയിലേക്കുള്ള റൂട്ടായത്. നമ്മൾ ഇന്ന് പോകുന്ന കാപ്പിമലയാണ്. കാപ്പിമല ട്രക്കിംഗ് ഉണ്ട് അവിടെ, അതുപോലെ തന്നെ വെള്ളച്ചാട്ടം. ആലക്കോട് പള്ളിയാന്ന് തോന്നുന്നത്. നമ്മളങ്ങനെ ആലക്കോട് ടൗണിലേക്ക് കൂടി പോവാണ്. ഇനി നമുക്ക് ഇവിടുന്ന് കൃത്യം ഒരു 6 കിലോമീറ്റർ ഉള്ളൂ. ആലക്കോട് നിന്ന് കൃത്യം കാപ്പിമലയിലേക്ക് 6 കിലോമീറ്റർ വരുന്നുള്ളൂ. നമ്മളിവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഉള്ളൂ. കാപ്പിമലയിലേക്കുള്ള റോഡ് എന്ന് പറയുന്നത് വളരെ മോശം റോഡാണ്. തീരെ വികസിക്കാത്ത ഭാഗങ്ങളാണ്. ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരുപാട് ബൈക്ക് നമ്മളെ മുന്നിൽ പോകുന്നുണ്ട്. നല്ല മൊട്ട കുന്നാട്ടോ, വണ്ടിയൊന്നും കയറുന്നില്ല മര്യാദയ്ക്ക്. ഒരു ബൈക്കെല്ലാം ഉണ്ട്, ചവിട്ടി കയറ്റുന്നുണ്ട്. അടുത്ത ആഴ്ച മുതൽ വയനാട് പോലെ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ടൂറിസം വകുപ്പിൻ്റെ ലിസ്റ്റിലുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ ഓപ്പൺ ആകുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിലേക്കുള്ള റോഡ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വെള്ളച്ചാട്ടത്തിലേക്ക് വേറെ റോഡാണ്. ഇവിടെ മല കാപ്പിമലയിലേക്ക് വേറെ റോഡാണ്. നമ്മളങ്ങനെ കാപ്പിമലയിൽ ഇവിടെ എൻട്രിയിലെത്തി. ഇങ്ങോട്ടേക്കാണ് നമുക്ക് കയറേണ്ടത്. അങ്ങനെ കാപ്പിമല കയറാൻ വേണ്ടി പോകാമെന്ന്. ഇവിടെ കാപ്പിമലയിലേക്ക് കയറാൻ വേറെ ആരുമില്ല, ഞാനും സജാദല്ലോ. സജാദ, വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എല്ലാവരും ആൾക്കാരെല്ലാം. ഇങ്ങോട്ട് ആരും വന്നിട്ടില്ല. ഇവിടെ വണ്ടി പാർക്കിങ്ങിന് വലിയ സൗകര്യമൊന്നുമില്ല. അവിടെ സൈഡാക്കുക, ബൈക്കും കാറൊക്കെ അവിടെ സൈഡാക്കല. താഴെ നമ്മൾ വെച്ചെടുത്ത്. ഇവിടെ ഇപ്പോൾ 2 റൂട്ട് ആകുന്നുണ്ട്. സജാദ് ഇങ്ങോട്ട് പോകാന്നാണ് പറയുന്നത്, ഞാൻ പറയുന്നത് ഇങ്ങോട്ട് പോകാം. റൂട്ട് ചെറുങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. ഇവിടെ ഒരു പരക്കൊക്കെ എത്തിയ റൂട്ട് മറ്റേ റോഡ് നല്ല റൂട്ടാട്ടോ ഇത്. എന്താ പറയുക, അടുക്കിങ്ങനെ ചെടിയായിട്ട് ഫുള്ള് വാഴക്കാടാണ്, വാഴത്തോട്ടം. നമുക്ക് ഇവിടുന്ന് ഇവർ പഴമൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ കർഷകരുണ്ട്. ചേട്ടാ അപ്പോൾ താങ്ക് യു. ശരി, നമുക്കൊരു പഴമെല്ലാം തന്നിട്ടുണ്ട്. എനിക്ക് സജാദിനെ വളരെ പോരാ. അല്ല കുഴപ്പമില്ല. ശരി, വേറെ സ്നേഹം എന്ന് പറയുന്നത് നമ്മളെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഓരോ ആളുകളുടെ സ്നേഹമാണ് നമുക്ക്. ഇങ്ങനെ നാടൻ പഴവും കർഷകരെടുത്ത് നേരിട്ട് അവർ ഉൽപ്പാദിപ്പിച്ച് കൊത്തി വന്ന പാട് നല്ല മണ്ണുള്ള 2 പഴം എനിക്ക് സജാദിന് ഓരോന്ന് തന്ന്. നമ്മളങ്ങനെ കാപ്പിമല കയറുന്നില്ല. വരുന്ന വഴിക്ക് തന്നെ വെള്ളച്ചാട്ടം. ഇവിടെ കാപ്പിമല വെള്ളച്ചാട്ടം ഇവിടെയാണ്. അപ്പോൾ ആദ്യം വെള്ളച്ചാട്ടം ഇവിടെ മാത്രം നല്ല നീല കളറുണ്ട് കേട്ടോ. ഇതൊരു കോളാന്ന് തോന്നുന്നു. കോളാന്ന് തോന്നുന്നു. ഇവിടെ നല്ല കളർ, വെള്ളത്തിൻ്റെ കളറ് കണ്ടോ. നമുക്കൊരു വെള്ളച്ചാട്ടത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നത് ഫുള്ള് വാഴത്തോട്ടങ്ങളാണ് ഫുള്ള്. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തി. ഇതാണ് വെള്ളച്ചാട്ടം. കിടിലൻ വെള്ളച്ചാട്ടം. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നില്ല. ഇതാണ് നമ്മളെ കാപ്പിമല. ഇപ്പോൾ ആളുകൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഒന്ന് സൗണ്ട് ക്ലിയർ ആണെന്നൊന്നും അറിയില്ല. ഭയങ്കര കാറ്റും നല്ല കിടിലൻ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. കണ്ണൂരെ ഏറ്റവും ടോപ്പ് വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന കാപ്പിമലയിലെ വെള്ളച്ചാട്ടം. വെള്ളത്തിലിറങ്ങിയില്ല, കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിലിറങ്ങിയില്ല. ഭയങ്കര രസമാണ് കേട്ടോ. സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. വെള്ളം നല്ല ശക്തിയായിട്ട് താഴോട്ടേക്ക് ഒഴുകിയാണ്. ഇവിടുന്ന് വരുന്ന പിള്ളേർ നല്ല ഫ്രണ്ട്ലിയാണ്. എല്ലാവരും നല്ല അടിച്ചുപൊളിച്ചായിട്ട് നല്ല ഫോട്ടോ വീഡിയോ എല്ലാം എടുത്ത് മൊത്തത്തിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള പിള്ളേരാണ്. 5:30 ഭാഗത്തുള്ള കണ്ണൂർ ഭാഗത്ത് പല ഭാഗത്തു നിന്നും വരുന്ന പിള്ളേരാണ്. നല്ല രസമുണ്ട് കേട്ടോ. കാപ്പിമല എന്ന് പറയുന്നത് കണ്ണൂരിൻ്റെ മെയിൻ കാണേണ്ട സ്ഥലത്തിൽ ഒന്ന് തന്നെയാണ്. നമ്മളിവിടെ കുറേ പിള്ളേരെ കണ്ടിട്ടുണ്ട്. 5:30 ഭാഗത്തുള്ള പിള്ളേരാണ്.
അങ്ങടുത്ത് ആരും ഒരു ഉറുമ്പ് പോലെ കാണുന്നുണ്ട്. അങ്ങ് വണ്ടിയാണ് ഇത്രയും ഹൈറ്റിലേക്ക് വന്നിട്ടുള്ളത്. സുജാത വിടല്ല. നമ്മൾ മുമ്പ് കാപ്പിമല പോയിട്ടുണ്ടായിരുന്നു. നേരത്തെ പോയ റൂട്ട് നേരെ പോയാൽ മതി. നേരെ കാപ്പിമല പിടിക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ.